ഹലോ ഉദ്യോഗാർത്ഥികളെ, PS റൈറ്റ് പാത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണിത്. ഇതോടുകൂടി ഈ ഭാഗം നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഈ രണ്ട് ഭാഗം കണ്ട ആളുകളാണെങ്കിൽ തീർച്ചയായും ഒരു മാർക്കും ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. ഓപ്ഷൻ കട്ട് ചെയ്തുകൊണ്ടുള്ള മെത്തേഡാണിത്. ഇപ്പോൾ +2 ലെവലാണെങ്കിലും ഡിഗ്രി ലെവലാണെങ്കിലും നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകരിക്കും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സും കൂടി കാണുക. അതിൻ്റെ ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുകൂടി കണ്ടിട്ട് ഇത് കാണാൻ ശ്രമിക്കുക. കാരണം ആദ്യ ഭാഗത്ത് കുറേ നിയമങ്ങളും കാര്യങ്ങളും പറയുന്നുണ്ട്. അതൊരു 3-4 തവണ കണ്ടതിന് ശേഷം ബാക്കിയുള്ളത് കാണുമ്പോഴേ നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് മനസ്സിലാകുള്ളൂ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. 17ാമത്തെ ചോദ്യം. അനിൽ ആസ്ക്ഡ് അനു, ആർ യു ഗോയിങ് ടു സീ യുവർ ഗ്രാൻഡ് മദർ? നീ നിൻ്റെ ഗ്രാൻഡ് മദറിനെ കാണാൻ പോവുകയാണോ? അർത്ഥം അറിയണമെന്ന് ആവശ്യമൊന്നുമില്ല. ഒരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ അതിൻ്റെ കണക്റ്റിംഗ് വേർഡ് വെദർ ആണ്. 4 ഓപ്ഷൻസിലും അത് വന്നിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. പിന്നെ ആർ ഗോയിങ് എന്ന് പറയുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. ING ഫോം കണ്ടിന്യൂസ് ആണെന്ന് അറിയാമല്ലോ. എന്താണ് അതിൻ്റെ പാസ്റ്റിലോട്ട് മാറും. എല്ലാറ്റിൻ്റെയും ഇപ്പോൾ പ്രസൻറ്റ് എന്ത് ചെയ്യും? പാസ്റ്റിലോട്ട്. ഇപ്പോൾ നമ്മൾ ഒരാൾ പറഞ്ഞത് മറ്റൊരാളോട് പരദൂഷണം പറയുമ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞില്ല ഓൾറെഡി അയാൾ, എന്നിട്ടല്ലേ നമ്മൾ മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കണേ. അപ്പോൾ അത് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ആർ ഗോയിങ് എന്നുള്ളത് എന്ത് ചെയ്യും? വാസോ വേറോ ഗോയിങ് ആയിട്ട് മാറും. ഇപ്പോൾ ഇവിടെ നോക്കുക, നിങ്ങൾ ഫസ്റ്റത്തെ ഓപ്ഷനിൽ ഈസ് ഗോയിങ് തെറ്റാണ്. കാരണം പ്രസൻറ്റിലെ ഒരു കാര്യം തന്നെയാണ് അത് കുറിക്കുന്നത്. വാസ് ഗോയിങ് രണ്ടാമത്തെ ഓപ്ഷൻ. ഓക്കെ, കുഴപ്പമില്ല. മൂന്നാമത്തെ ഓപ്ഷൻ ഹാഡ് ഗോൺ തെറ്റാണ്. ഹാഡിൻ്റെ ഒന്നും ഒരാവശ്യം അവിടെ വരുന്നില്ല. വിൽ ഗോ അതും അവിടെ പറ്റാത്തൊരു കാര്യമാണ്. കാരണം വില്ലെന്ന് പറയുന്നത് ഫ്യൂച്ചറിലൊരു കാര്യമാണ്. അപ്പോൾ അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബി ഓപ്ഷനാണ്. വാസ് ഗോയിങ് വന്നിട്ടുള്ളത്. അനിൽ ആസ്ക്ഡ് അനു വെദർ ഷീ വാസ് ഗോയിങ് ടു സീ ഹർ ഗ്രാൻഡ് മദർ എന്ന് പറയുന്നതാണ് ആൻസർ എന്ന് പറയുന്നത്. 18ാമത്തെ ചോദ്യം നോക്കാം. The doctor asked the patient, did you eat anything this morning? Did you eat anything? ഒരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. നീ ഇന്ന് രാവിലെ എന്തെങ്കിലും തിന്നുക്കണോ എന്നാണ് ഡോക്ടർ പേഷ്യൻറ്റിനോട് ചോദിക്കുന്നത്. ഇത് 2015 സർജൻറ്റിൽ വന്ന ക്വസ്റ്റ്യൻ, PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഡിഡ് യു ഈറ്റ് എന്ന് പറയുന്ന വാക്കൊന്ന് ശ്രദ്ധിക്കുക. അതെന്താണ്? സിമ്പിൾ പാസ്റ്റ് ആണ്. ഡിഡ് കഴിഞ്ഞൊരു കാര്യത്തെയാണല്ലോ. സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് എന്നാൽ പാസ്റ്റ് പെർഫെക്റ്റിലോട്ടായിട്ട് മാറണം. സിമ്പിൾ പാസ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് മാറും. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഡിഡ് യു ഈറ്റ് എന്ന് പറയുമ്പോൾ ഹാഡ് വെച്ചിട്ടായിരിക്കും വരിക. അതും അതിൻ്റെ V3 ഫോം അറിഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളതല്ല, കുറേ ഓപ്ഷൻസ് കട്ട് ചെയ്യാൻ നമുക്ക് സഹായിക്കും ഹാഡ് ഉണ്ടാവണം എന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ. ഇപ്പോൾ നോക്കുക, ഫസ്റ്റ് ഓപ്ഷൻ നോക്കൂ നിങ്ങൾ. ദ ഡോക്ടർ ആസ്ക്ഡ് ദ പേഷ്യൻറ്റ് വെദർ. എല്ലാറ്റിലും വെദർ ഇല്ലേ നോക്കണം കേട്ടോ. ഓക്കെ, 3ലും വെദർ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്? ദ ഡോക്ടർ ആസ്ക്ഡ് ദ പേഷ്യൻറ്റ് വെദർ ഹീ എയ്റ്റ്. അവിടെ ഹാഡ് വന്നിട്ടില്ലല്ലോ, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഈറ്റൻ എന്ന് പറയുന്ന വാക്കാണ് വരേണ്ടത്. അപ്പോൾ അതറിഞ്ഞിട്ടില്ലെങ്കിലും അവിടെ ഹാഡ് ഇല്ല എന്നുള്ളത് ഓർത്ത് വെക്കുക. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കൂ നിങ്ങൾ. അതുപോലെ തന്നെ ദിസ് മോർണിംഗ് എന്നാണ് ക്വസ്റ്റ്യനിലുള്ളത്. നമുക്കറിയാം ദിസ് വന്നാൽ ദാറ്റ് വരണം. നമ്മൾ നേരത്തെ പഠിച്ചൊരു കാര്യമാണ്. കുറച്ച് വാക്കുകൾ നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്നതല്ലേ. കാരണം അവിടെ പറയുക ഈ കാര്യം എന്നാ കാര്യം. നമ്മൾ മറ്റൊരാളോട് പോയി പറയുമ്പോൾ എന്താ കാര്യം വരിക? അവൻ പറഞ്ഞ ആ കാര്യം എന്നായിട്ട് മാറും. അപ്പോൾ ദിസ് എന്നുള്ളത് ദാറ്റായിട്ട് വരണം. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനിൽ എന്ത് ചെയ്യണം? ദിസ് മോർണിംഗ് അതുപോലെ ആവർത്തിച്ചിട്ടുണ്ട്, തെറ്റ്. പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ്? വെദർ ഹീ ഹാഡ് ഈറ്റൺ എന്ന് പറയുന്ന കാര്യം തന്നെ അവിടെ ഹി ഹാഡ് ഈറ്റൺ, ഹാഡും വന്നിട്ടുണ്ട്, ഈറ്റൺ എന്ന് പറയുന്ന മൂന്നാമത്തെ ഫോം വന്നിട്ടുണ്ട്, പിന്നെ ദാറ്റ് എന്നുള്ള കാര്യം വന്നിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. 19ാമത്തെ ചോദ്യം. ഡു യു ലൈക്ക് കോമിക്സ്? ഷീ ആസ്ക്ഡ് മീ. നീ കോമിക്സ് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഒരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അവൾ എന്നോട് ചോദിച്ചു. അപ്പോൾ അത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെ റിപ്പോർട്ടിംഗ് വേർഡ് വെദർ എന്ന് പറയുന്നതാണ് ഒന്ന്. പിന്നെ അതുപോലെ ഡു ലൈക്ക് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അത് സിമ്പിൾ പാസ്റ്റിലോട്ട് മാറും. അപ്പോൾ ലൈക്ക്ഡ് എന്നായിട്ട് മാറും. ആ രണ്ട് കാര്യം നോക്കിയാൽ മതി. ദ അസിസ്റ്റൻറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് കേരള 2016 ചോദിച്ച ചോദ്യമാണ്. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കൂ നിങ്ങൾ. ഷീ ആസ്ക്ഡ് മീ വെദർ ഐ ലൈക്ക് കോമിക്സ് എന്ന് പറയുന്ന ഒന്നാമത്തെ ഓപ്ഷൻ. ഇതിൽ വെദർ എന്ന് പറയുന്നത് വരുന്നുണ്ടോ നോക്കണം. 4ാമത്തെ ഓപ്ഷനിൽ വെദർ ഇല്ല, അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കാം കേട്ടോ. ബാക്കി 3 എടുത്താൽ മതി. ഒന്നാമത്തേൽ ഐ ലൈക്ക് കോമിക്സ് എന്നേ പറയുന്നുള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡു ലൈക്ക് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസൻ്റ് ആണ്. അതെന്തായിട്ട് മാറും? അതിൻ്റെ സിമ്പിൾ പാസ്റ്റിലോട്ട് മാറും. ലൈക്ക്ഡ് എന്ന് വരണം. അപ്പോൾ അവിടെ വന്നിട്ടില്ല.
അത് എല്ലാറ്റിലും അങ്ങനെ നോക്കിയാൽ മതി. സേ സെഡ് ആവും, അങ്ങനത്തെ ഒന്ന് പാസ്റ്റിലോട്ട് മാറുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധിച്ചാൽ മതി. രണ്ടാമത്തെ ഓപ്ഷനിൽ എന്താണ് പറയുന്നത്? ഷീ ആസ്ക്ഡ് മീ വെദർ ഐ ഹാവ് ലേക്ക്. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ഹാവിൻ്റെയൊക്കെ? ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴാണ് ഹാവ് ഹാഡൊക്കെ. അപ്പോൾ അതിൻ്റെയൊന്നും ആവശ്യമില്ലാത്ത കയറി വന്നു നോക്കണ്ട. പിന്നെ അതുപോലെ ലേക്ക് എന്നുള്ളൂ, ലേക്കിടില്ല. അപ്പോൾ തെറ്റാണ്. മൂന്നാമത്തെ ഓപ്ഷനെ പിന്നെ നമുക്ക് ബാക്കിയുള്ളൂ. അവിടെ വെതറും വരുന്നുണ്ട്, ഐ ലൈക്സ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ഓപ്ഷനാണ് അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. 20ാമത്തെ ചോദ്യം ഇതാണ്. ഷീ സെഡ് ആർ യു റെഡി. അതൊരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ആർ യു റെഡി. ആർ റെഡി എന്നൊക്കെ പറയുമ്പോൾ അത് സിമ്പിൾ പ്രസൻ്റ് ആണെന്ന് ഓർത്തു വെക്കുക. ആർ എന്ന് പറയുന്നത് പ്രസൻറ്റിൽ വരുന്നതല്ലേ, അത് നമുക്ക് എന്ത് ചെയ്യണം? സിമ്പിൾ പാസ്റ്റിലോട്ട് മാറ്റണം. അതാണ് അവിടെ ഓർത്ത് വെക്കേണ്ടത്. പിന്നെ ആർ യു റെഡി ഒരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടിംഗ് പറയുന്ന 4 ഓപ്ഷൻസ് നോക്കുക. ഷീ സെഡ് ദാറ്റ്, അവിടെ തന്നെ പോയി. ദാറ്റ് ആവശ്യമില്ലാതെ വന്നു. വെതർ എന്നുള്ളത് ശേഷം വരുന്നുണ്ടെങ്കിലും. പിന്നെ ഐ ആം റെഡി എന്ന് പറയാം. ആം ഒക്കെ പറയുന്നത് പ്രസൻറ്റിൽ വരുന്ന കാര്യമാണ്. നമുക്ക് പാസ്റ്റിൽ വരേണ്ട കാര്യം നോക്കിയാൽ മതി. അപ്പോൾ അത് ഒന്നാമത്തെ ഓപ്ഷൻ തട്ടി. 2, ഷീ ആസ്ക്ഡ് ദാറ്റ്. അവിടെയും ദാറ്റ് ആവശ്യമില്ലാതെ കയറി വന്നു. അത് നമുക്ക് ഒഴിവാക്കാം. കാരണം ദാറ്റ് വരുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റിനാണ്, അതുപോലെ എക്സ്ക്ലാമേറ്ററി സെൻറ്റൻസിനാണ് ദാറ്റ് വരേണ്ടതുള്ളൂ. വെതർ എന്ന് പറയുന്നതാണ് എസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഇനി വെറും എന്താണ് വെർബുകൾ തുടങ്ങുന്ന നമുക്ക് ഇൻട്രോഗേറ്റീവ്, അതിനാണെങ്കിൽ ടു എന്ന് പറയുന്ന വാക്കുണ്ട്. അപ്പോൾ ദാറ്റ് എന്ന് പറയുന്നത് ഇവിടെ യോജിച്ചതല്ല. പിന്നെ മൂന്നാമത്തെ ഓപ്ഷന് അവിടെ വെതറും വരുന്നുണ്ട്, ഐ വാസ് റെഡി. ഓക്കെ, അത് കുഴപ്പമില്ല. വാസ് അവിടെ വന്നിട്ടുണ്ട്, പാസ്റ്റിലോട്ടായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ നാലാമത്തെ ഓപ്ഷൻ നോക്കുക. അവിടെ ഐ ആം എന്നാണ് പറയുന്നത്, അത് പ്രസൻറ്റിലുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാലാമത്തെ ഓപ്ഷൻ കളഞ്ഞു. അപ്പോൾ അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് സി ഓപ്ഷൻ ആകുന്ന ഷീ ആസ്ക്ഡ് വെദർ ഐ വാസ് റെഡി. ഒന്ന് തട്ടുള്ള കാരണം എന്താണ്? അവിടെ ആം ഒന്നിൽ വന്നു. ആം എന്ന് പറയുന്നത് പ്രസൻറ്റ് കുറിക്കുന്ന കാര്യമാണ്. നമ്മൾ പരദൂഷണം പറയുമ്പോൾ എപ്പോഴാണ് പറയുക? പരദൂഷണം എന്ന് പറയാൻ കാരണം ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ വെച്ചിട്ടോ, റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അത് പാസ്റ്റിലെ കാര്യമാണ്. അപ്പോൾ ആമിൻ്റെ ആവശ്യമില്ല. പിന്നെ ദാറ്റ് വന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റുകൾക്കും എക്സ്ക്ലാമേറ്ററിക്ക് വരേണ്ടതുള്ളൂ. പിന്നെ നാലാമത്തേൻ്റെ ആം വന്നു എന്നുള്ള കാര്യമാണ്, പ്രസൻറ്റ്. 21ാമത്തെ ചോദ്യം. മനോജ് ആസ്ക്ഡ് ലക്ഷ്മി വിൽ യു ഗീവ് മീ യുവർ നോട്ട് ബുക്ക്. ഇപ്പോൾ മനോജ് ലക്ഷ്മിയോട് ചോദിക്കുകയാണ്, വിൽ യു ഗീവ് മീ, എനിക്ക് തരുമോ യുവർ നോട്ട് ബുക്ക്, നിൻ്റെ നോട്ട് ബുക്ക്. അർത്ഥം ആലോചിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ശേഷം നമ്മൾ പറയുന്നത് എന്താണെന്നൊന്ന് ചെറിയ രീതിയിലൊന്ന് പഠിക്കാനും, അതല്ലെങ്കിൽ എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെന്നൊക്കെ ഒന്ന് തിരിയാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കൂ നിങ്ങൾ. അവിടെ വില്ലെന്ന് കാണുന്നുണ്ട്. മനോജ് ആസ്ക്ഡ് ലക്ഷ്മി, പിന്നെ ഈഫ് എന്നാണ് വരുന്നത്. എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവിടെ വെതർ വരണമെന്നറിയാം. ആ ഒരു വാക്ക് അതിൽ വന്നിട്ടേ ഇല്ല. അപ്പോൾ തന്നെ നമുക്കത് തെറ്റാന്ന് മനസ്സിലായി. ഇനി അതിൻ്റെ ശേഷം നോക്കൂ, ഷീ വിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. വില്ല് അതുപോലെ വന്നിട്ടുണ്ട്. വില്ല് വന്നാൽ വുഡ് വരണം, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ഓപ്ഷൻ അവിടെ കളഞ്ഞു. 2 നോക്കൂ. മനോജ് ആസ്ക്ഡ് ലക്ഷ്മി വെദർ ഷീ വുഡ് ഗീവ് ഹിം ഹെർ നോട്ട് ബുക്ക്. നേരത്തെ അർത്ഥം ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യാമെന്ന് ഓർത്ത് വെക്കണം. മനോജ് ലക്ഷ്മിയോട് ചോദിച്ചു, നിൻ്റെ ബുക്കൊന്ന് എനിക്ക് തരുമോയെന്ന്. അപ്പോൾ ഹെർ അല്ലേ വരേണ്ടത്, അവളോട് അവളുടെ ബുക്ക് എന്നല്ലേ വരേണ്ടത്. അപ്പോൾ നോക്കുക നിങ്ങൾ, അവിടെ ഹെറും വന്നിട്ടുണ്ട്. ഇതൊന്ന് ഡീപ്പായിട്ട് നോക്കേണ്ടി വരുന്നത് എന്താണെന്ന് വെച്ചാൽ ശേഷം സിയും ഡിയുടെയും ഓപ്ഷൻ നോക്കുക. ബോത്ത് എ ആൻഡ് ബി കറക്റ്റ് ആണോ, ബോത്ത് എ ആൻഡ് ബി റോങ് ആണോ എന്ന് ചോദിച്ച സമയത്ത് അതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കേണ്ടി വന്നു. ഇത് അപൂർവമായിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരാറുള്ളൂ, കുറച്ച് ടഫായിട്ട്. 2017 വില്ലേജിൽ ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ബി ആണ് കേട്ടോ. 22ാമത്തെ ചോദ്യം. ഡോണ്ട് മേക്ക് നോയ്സ്, ദ ടീച്ചർ ആസ്ക്ഡ് ദ സ്റ്റുഡൻറ്റ്. ഈ ഡോണ്ട് എന്ന് തുടങ്ങുന്നത് ഉണ്ടാവുമല്ലോ, ഡോണ്ട് യു, അല്ലെങ്കിൽ ഡോണ്ട് കൊണ്ട് തുടങ്ങുന്ന സമയത്ത് അവിടെ ശ്രദ്ധിക്കുക, ഉത്തരത്തിൽ നോട്ട് ടു വരണം. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ. അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം, നോട്ട് ടു വരുന്നുണ്ടോ എന്നുള്ളത്. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കൂ നിങ്ങൾ. ടീച്ചർ ആസ്ക്ഡ് ദ സ്റ്റുഡൻറ്റ് ഡോണ്ട് വരുമ്പോൾ നോട്ട് ടു വരേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഡോണ്ട് വരാൻ പാടില്ല, 1 തെറ്റ്. 2 നോക്കൂ, ടു മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും തെറ്റാണ്. കാരണം ഇതൊരു ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണ്. ഇമ്പരേറ്റീവ് സെൻറ്റൻസിൻ്റെ കണക്റ്റിംഗ് വേർഡ് ടു ആണ്. പക്ഷേ ഡോണ്ട് വന്നതുകൊണ്ട് നോട്ടും കൂടി വരണം എന്നാണ് അവിടെ നിയമം. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ അല്ല, കാരണം അവിടെ നോട്ട് ടു ഇല്ല. 3 നോട്ട് ടു ഉണ്ട്, 4 വെറും 2 മാത്രമേ ഉള്ളൂ. ഇത് സ്റ്റാറ്റിസ്റ്റിക് അസിസ്റ്റൻ്റ് 2016 ചോദിച്ച ചോദ്യമാണ്. ആൻസർ എന്ന് പറയുന്നത് ഒക്കെ ഒത്തു വന്ന് നോട്ട് ടു ഒക്കെ വന്നിട്ടുള്ള ഏതാണ്? സി ആകുന്ന
ദ ടീച്ചർ ആസ്ക്ഡ് സ്റ്റുഡൻറ്റ് നോട്ട് ടു മേക്ക് വോയിസ് എന്ന് പറയുന്നതാണ് ആൻസർ എന്ന് പറയുന്നത്. 25ാമത്തെ ചോദ്യം, ടീച്ചർ സെഡ് ടു ജാക്ക്. ടീച്ചർ ജാക്കിനോട് പറയാണ് ഡോണ്ട് ബി ലേറ്റ് അഗെയിൻ ടുമോറോ. ആ ഡോണ്ട് ബി ലേറ്റ് അഗെയിൻ ടുമോറോ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. നോക്കുക നിങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡോണ്ട് ഫസ്റ്റ് വരികയാണെങ്കിൽ നോട്ട് ടു വരണം. ഇതിനൊന്നും കൂടുതൽ ഗ്രാമറൊന്നും അറിഞ്ഞിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പൊടിക്കൈകൾ പ്രയോഗിച്ചാൽ മതി. അപ്പോൾ ഫസ്റ്റ് നോക്കൂ നിങ്ങൾ, ഓപ്ഷനിൽ ഡോണ്ട് തന്നെ വന്നിട്ടുള്ളത്, നോട്ട് ടു വന്നിട്ടില്ല, തട്ടി. രണ്ടാമത്തെ ഓപ്ഷനാണ് ഇനി നോക്കേണ്ടത്. ബാക്കിയുള്ളതിലൊക്കെ ബിയും സിയും ഡിയിലൊക്കെ നോട്ട് ടു വന്നിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ നമുക്ക് ആ ഒരു ഐഡിയ വെച്ചിട്ട് ഇനി അധികം മുന്നോട്ട് പോവില്ല. ഒന്ന് മാത്രം തട്ടി, ബാക്കി മൂന്നെണ്ണം അവിടെ നിലനിൽക്കുകയാണ്, ബിയും സിയും ഡിയും. ഇനി ടുമോറോ എന്ന വാക്ക് ശ്രദ്ധിക്കുക. ബി ഓപ്ഷനിൽ ടുമോറോ തന്നെ വന്നിട്ടുണ്ട്. ടുമോറോ വന്നു കഴിഞ്ഞാലും യെസ്റ്റർഡേ വന്നു കഴിഞ്ഞാലും അതുപോലെയാണ് പ്രയോഗിക്കാൻ പാടില്ല. ഇപ്പോൾ ടുമോറോ വന്നു കഴിഞ്ഞാൽ ഏതാണ്, ദി നെക്സ്റ്റ് ഡേ എന്നാണ് അവിടെ പ്രയോഗിക്കേണ്ടത്. അപ്പോൾ അത് വന്നിട്ടുള്ളത് സി ഓപ്ഷൻ മാത്രമാണ്. അത് നോക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്തു, കാര്യം പിടികിട്ടി, കൊടുത്ത ആൻസറുമായി. ഇനി അടുത്ത ചോദ്യം ഏതാണ്, 26. കോൾ ദി ഫസ്റ്റ് വിറ്റ്നസ് സെഡ് ദ ജഡ്ജ്. ജഡ്ജ് പറയാണ് ഒന്നാമത്തെ വിറ്റ്നസ്സിനെ വിളിക്കൂ. ഇനി അത് നമുക്ക് എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. അവിടെ സാഹചര്യം പോലെയാണ് അതിൽ പറയുന്നത്. നോക്കൂ, ദ ജഡ്ജ് കമാൻഡഡ് ദം. ജഡ്ജ് കമാൻഡ് ചെയ്യല്ലേ ചെയ്യുക, റിക്വസ്റ്റ് ചെയ്യാമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല, ശേഷം എന്താണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കിയാൽ മതി. അപ്പോൾ ജഡ്ജി കമാൻഡ് ചെയ്തു അവരോട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗം തന്നിട്ടുണ്ട് ഡയറക്റ്റ് സ്പീച്ചിൻ്റെ, ബാക്കി പൂരിപ്പിച്ചാൽ മതി. കോൾ ദി ഫസ്റ്റ് വിറ്റ്നസ് എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. അവിടെ ഇവിടെ കണക്റ്റിംഗ് വേർഡ് നമുക്കറിയാം. കോൾ എന്ന് പറയുന്നത് വെർബാണ്. വെർബിൽ തുടങ്ങുന്ന എന്താണ്, ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണ്. അതിൻ്റെ കണക്റ്റിംഗ് വേർഡ് എന്താണ്, ടു ആണ്. അത് വന്നിട്ടുണ്ടോ, ഇല്ല. അതുകൊണ്ട് ഒന്നാമത്തെ ഓപ്ഷൻ തട്ടിക്കളഞ്ഞു. അത് മാത്രം നോക്കിയാൽ മതി. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുക, ഫസ്റ്റ് വിറ്റ്നസ്, അതായത് ജഡ്ജ് കമാൻഡഡ് ദം ഫസ്റ്റ് വിറ്റ്നസ് വാസ് കോൾഡ്. അവിടെയും ടു എന്ന് പറയുന്ന കണക്റ്റിംഗ് വേർഡ് വന്നിട്ടില്ല. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കൂ, ടു കോൾ, അവിടെ വന്നിട്ടുണ്ട്. തൽക്കാലം അത് മാത്രം നോക്കുക. ഡി ഓപ്ഷൻ നോക്കൂ, അവിടെയും ടു എന്ന് പറയുന്ന കണക്റ്റിംഗ് വേർഡ് വന്നിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, 26ൻ്റെ ആൻസർ എന്ന് പറയുന്നത് സി ഓപ്ഷനാണെന്ന് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. എന്തുകൊണ്ട്, ഇമ്പരേറ്റീവ് സെൻറ്റൻസിൻ്റെ കണക്റ്റിംഗ് വേർഡ് ടു ആണ്. അതാകെ വന്നത് ഏതിൽ മാത്രമാണ്, സിയിൽ മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഏതാണ് ആൻസർ, സി ഓപ്ഷനാണ്. 27ാമത്തെ ചോദ്യം, കണ്ണൻ സെഡ് ഐ റോട്ട് എ ലെറ്റർ. ഞാനൊരു ലെറ്റർ എഴുതി. പാസ്റ്റാണ്, സിമ്പിൾ പാസ്റ്റാണ്. അപ്പോൾ എന്ത് വരും, ഹാഡ് വെച്ചിട്ടുള്ളതാണ് വരിക, അഥവാ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് അവിടെ വരേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഹാഡ് വെച്ചിട്ട്, ഹാഡ് V3 ആണ്. ഹാഡ് ഉള്ളത് ഏതൊക്കെയാണ്, എയും ഹാഡ് ഉണ്ട്, അതുപോലെ സിയും ഹാഡ് ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള ബിയും ഡിയും നമുക്ക് അപ്പം തന്നെ എന്ത് ചെയ്യാം, ഒഴിവാക്കി കളയാം. പിന്നെ സി നോക്കുന്ന സമയത്ത് ഹാഡ് ബീൻ എന്നാണ്, ആവശ്യമില്ലാത്ത വരേണ്ടതില്ല, ബീനൊന്നും കൂട്ടേണ്ടതില്ലല്ലോ. അപ്പോൾ വെറും ഹാഡ് എന്ത് ഏതാണ്, ഈ ഓപ്ഷൻ മാത്രമാണ്. അപ്പോൾ നമുക്കവിടെ ആൻസർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കവിടെ V3 ഒക്കെ നോക്കണം. അപ്പോൾ അതില്ലാതെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെയുള്ള 28ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഹി സെഡ് ദാറ്റ് ഹി ഡാഷ് എ പോയം. അവിടെ നോക്കുക, ഹി സെഡ് എന്ന് പറയുന്നത് എന്താണ്, പാസ്റ്റിലുള്ളൊരു കാര്യമാണ്, പറഞ്ഞു എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ശേഷം വരേണ്ടേ. ഫസ്റ്റ് ഇത് നോക്കൂ, ഹാസ് ഉണ്ട് എന്നുള്ളത് അതൊരു പാസ്റ്റ് ആയിട്ട് വരുന്നില്ല. വിൽ റൈറ്റ് എഴുതും, അതും ഒരു പാസ്റ്റ് വരുന്നില്ല. ലാസ്റ്റ് ഡി നോക്കൂ, ഈസ് റൈറ്റിംഗ്, ആകുന്നു എന്നുള്ളതല്ല, ഈസിൻ്റെ, അതും പാസ്റ്റ് അല്ല, വാസ് എന്ന് പറയുന്നതാണ് അവിടുത്തെ ആൻസറായിട്ട് വരിക. കാരണം മുന്നത്തോട് യോജിക്കുന്നതായിട്ട് വരുന്നത് വാസാണ് കേട്ടോ. ഇത് അസിസ്റ്റൻ്റ് പ്രൊഫസർ 2016 ചോദിച്ച ചോദ്യമാണ്. നേരത്തെ 26 എന്ന് പറയുന്നത് സെയിൽസ്മാൻ 2017 ചോദിച്ച ചോദ്യമാണ്. 29ാമത്തെ ചോദ്യം, ശ്യാം ഡിഡ് യു വാച്ച് ദ ടോക്ക് ഷോ യെസ്റ്റർഡേ. അത് നമുക്ക് റിപ്പോർട്ട് ചെയ്യണം. ശ്യാം ആസ്ക്ഡ് ഡാഷ്. അപ്പോൾ തുടക്കം അവിടെ കൊടുത്തിട്ടുണ്ട്, ബാക്കി പൂരിപ്പിച്ചാൽ മതി. അതിന് ശേഷം വരുന്നത് എന്താണ്, ഇവിടെ യെസ്റ്റർഡേ എന്ന് പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം. അതിന് പകരം എന്ത് വരണം, ദ പ്രീവിയസ് ഡേ. നമ്മൾ ഒന്നാമതായിട്ട് തുടക്കത്തിൽ പഠിച്ച കാര്യങ്ങളിൽ പെട്ടതാണത്. അങ്ങനെ നോക്കുമ്പോൾ എ ഓപ്ഷനിൽ യെസ്റ്റർഡേ വന്നു, ഡി ഓപ്ഷനിൽ യെസ്റ്റർഡേ വന്നു, ഇതുപോലെ തട്ടിക്കളയാം. ഇനി നമുക്ക് ആകെ നോക്കേണ്ടത് ബിയും സിയും മാത്രമാണ്. അവിടെ ഇനി എന്തെങ്കിലും നോക്കണോ, പൊടിക്കൈകൾ നോക്കണോ നോക്കിയാൽ മതി. ഡിഡ് വാച്ച്, ഡൂവിൻ്റെ പാസ്റ്റാണ് ഡിഡ്. അപ്പോൾ ഡിഡ് വാച്ച് എന്ന് പറയുമ്പോൾ സിമ്പിൾ പാസ്റ്റാണ്, അത് പാസ്റ്റ് പെർഫെക്റ്റിലോട്ടായിട്ട് മാറണം. ഹാഡ് വെച്ചിട്ട് V3 ഫോം വരണം. അപ്പോൾ ഹാഡ് എങ്കിലും മനസ്സിൽ ഓർത്ത് വെച്ചാൽ മതി. ഇവിടെ നോക്കൂ, ബിയിൽ ഹാസ് വാച്ച്ഡ് എന്നുള്ളതാണ്, ഹാഡ് വന്നിട്ടില്ല. സിയിൽ ഹാഡ് വന്നിട്ടുണ്ട്. അപ്പോൾ എയും ബിയും ഡിയും പോയി. ഇനി ആകെ സി മാത്രമാണ് അവിടെ ബാലൻസ് ഉള്ളതെന്ന് കണ്ടാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ
അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. ഇത് VEO എറണാകുളം 2019 ചോദിച്ച ചോദ്യമാണ്. 30ാമത്തെ ചോദ്യം പേഷ്യൻ്റ് ടു ഡോക്ടർ. പേഷ്യൻ്റ് ഡോക്ടറോട് ചോദിക്കുകയാണ് ക്യാൻ ഐ ടേക്ക് സോളിഡ് ഫുഡ്. ഇതൊരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ വെതർ അവിടെ വന്നിരിക്കണം. എ ഓപ്ഷനിൽ വെതർ ഇല്ല, ഡി ഓപ്ഷനിലും വെതർ ഇല്ല. അപ്പോൾ അതുപോലെ തള്ളിക്കളയാം. നമുക്കറിയാം ക്യാൻ വന്നാൽ കുഡ് വരണം, വില്ല് വന്നാൽ ഒക്കെ നമ്മൾ പഠിച്ചല്ലോ ഒന്നാമത്തെ സ്റ്റെപ്പിൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാൻ വന്നാൽ കുഡ് വരണം. അങ്ങനെ നോക്കുന്ന സമയത്ത് ബിയും സിയും കുഡ് വന്നിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. ഇവിടെ എസ് ഓർ നോ ക്വസ്റ്റ്യന് പകരം നിൽക്കുന്നതാണ് വെതർ. അതിന് ശേഷം ഡയറക്റ്റായിട്ട് ഏത് വരണം, ശേഷം സബ്ജക്റ്റ് വന്നിരിക്കണം. അപ്പോൾ ഷീ എന്ന് പറയുന്നത് സബ്ജക്റ്റാണ്. അത് വന്നത് ഏതുള്ളൂ, സി ഓപ്ഷൻ മാത്രമാണ്. അപ്പോൾ അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്, സി. ദ പേഷ്യൻ്റ് ആസ്ക്ഡ് ദ ഡോക്ടർ വെദർ ഷീ കുഡ് ടേക്ക് സോളിഡ് ഫുഡ്. ഇത് LDC കോർപ്പറേഷൻ 2016 ചോദിച്ച ചോദ്യമാണ് കേട്ടോ. മനസ്സിലായല്ലോ. ഇവിടെ ക്യാൻ എന്ന് പറയുമ്പോൾ കുഡ് വരണം എന്നറിയണം. അതുപോലെ തന്നെ എസ് ഓർ നോ ക്വസ്റ്റ്യന് വെദർ വരണം എന്നറിയണം. ക്വസ്റ്റ്യൻ വേർഡ്സിന് ശേഷം സബ്ജക്റ്റ് വരണം എന്ന് അറിയണം. അതുകൊണ്ട് തന്നെ അങ്ങനെ നോക്കുമ്പോൾ ആകെ ഒന്നേ ബാലൻസ് ആയിട്ട് വരുള്ളൂ. 31ാമത്തെ ചോദ്യം ടീച്ചർ ടു ദ ബോയ് കൺസൾട്ട് എ ഡിക്ഷണറി. അത് നമുക്ക് എന്ത് ചെയ്യണം, ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ടാക്കി മാറ്റണം. ഇവിടെ കുറച്ചവിടെ കൊടുത്തിട്ടുണ്ട് തുടക്കം. ദ ടീച്ചർ ആസ്ക്ഡ് ദ ബോയ് ഡാഷ്. ഈ കൺസൾട്ട് എന്ന് പറയുന്ന വാക്ക് വെർബാണ്. വെർബ് കൊണ്ട് തുടങ്ങുന്ന സെൻറ്റൻസുകൾ നമുക്കറിയാം എന്താണ്, ഇമ്പരേറ്റീവ് സെൻറ്റൻസുകളാണ്. അതിൻ്റെ കണക്റ്റിംഗ് വേർഡ് എന്താണ്, ടു ആണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ കണക്റ്റിംഗ് വേർഡ് ടു വരണം. ദ ടീച്ചർ ആസ്ക്ഡ് ദ ബോയ്. എന്നിട്ട് നോക്കുക, ഒന്നിൽ ടു എന്ന് പറയുന്നില്ല, ദാറ്റാണ്. അത് സ്റ്റേറ്റ്മെൻറ്റിന് വരുന്നതാണ്. അതുപോലെ എക്സ്ക്ലാമേറ്ററിക്ക് വരുന്നതാണ്. രണ്ടിലും ദാറ്റാണ് വരുന്നത്. 3ൽ ടു വരുന്നുണ്ട്. ഡി അതും ദാറ്റാണ്. അപ്പോൾ കണക്റ്റിംഗ് വേർഡ് ടു വരുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ടെൻസും മാറിയിട്ടില്ല. അപ്പോൾ നോക്കുക, 31ൻ്റെ ആൻസർ എന്ന് പറയുന്നത് സി മാത്രമാണ്. ആ ടു എന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആൻസറായി. ഇത് വാർഡൻ 2018 അതുപോലെ സ്റ്റോർ കീപ്പറിനൊക്കെ ചോദിച്ച PSCയുടെ ക്വസ്റ്റ്യനാണ്. 32 ഫൈൻഡ് ദ അപ്രോപ്രിയേറ്റ് റിപ്പോർട്ടഡ് സ്പീച്ച് ദ ഫോളോയിങ്. ഇപ്പോൾ താഴെ കൊടുത്തതിന് റിപ്പോർട്ട് സ്പീച്ചിലേക്കാക്കി മാറ്റണം. കീപ് ക്വൈറ്റ് സെഡ് ദ മദർ ടു ദ ചൈൽഡ്. അപ്പോൾ അമ്മ കുട്ടിയോട് പറയാണ് കീപ് ക്വൈറ്റ്. അത് നമുക്ക് എന്ത് ചെയ്യണം, ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ടാക്കി മാറ്റണം. തുടക്കം അവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ എഴുതിയ സമയത്ത് ആ ഡോട്ടുകളൊന്നും ഇവിടെ ഇട്ടിട്ടില്ല. അപ്പോൾ അതെൻ്റെ മിസ്റ്റേക്കാണ്. ഞാനത് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക. അവിടെ എങ്ങനെയാണ്, ദ മദർ ആസ്ക്ഡ് ദ ചൈൽഡ് ഡാഷ് ഫോർ കീപ്പിംഗ് ക്വൈറ്റ് എന്നാണോ, അതുപോലെ ടു കീപ്പ് ക്വൈറ്റ് എന്നാണോ, ഷുഡ് കീപ്പ് ക്വൈറ്റ് എന്നാണോ, ദാറ്റ് ഇറ്റ് ഷുഡ് ഹാവ് കെപ്റ്റ് ക്വൈറ്റ് എന്നുള്ളതാണോ. ഇത് സെയിൽസ് അസിസ്റ്റൻ്റ് 2016 ചോദിച്ച ചോദ്യമാണ്. കീപ്പ് ക്വൈറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണ്, അതോ വെർബ് കൊണ്ട് തുടങ്ങുന്നതാണ്. അങ്ങനെ വെർബ് കൊണ്ട് തുടങ്ങുന്ന സെൻറ്റൻസുകൾക്ക് കണക്റ്റിംഗ് വേർഡ് ടു വരണം. ദ മദർ ആസ്ക്ഡ് ദ ചൈൽഡ് ഡാഷ്. അവിടെ ടു എന്നുള്ളത് ശേഷം എ ഓപ്ഷനിൽ ടു ഇല്ല, കീപ്പിംഗ് എന്നാണ്. അതൊക്കെ പോട്ടെ. 2ൽ ടു ഉണ്ട്, 3ൽ ഷുഡാണ്, ആവശ്യമില്ലാതെ ഒന്നും വേണ്ട. ടു ഉണ്ടോ നോക്കൂ നിങ്ങൾ, അത് ബി മാത്രമാണ് കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് അവിടെ ആൻസർ പിടികിട്ടി. ടു കീപ്പ് ക്വൈറ്റ് എന്ന് പറയുന്നതാണ്. 33ാമത്തെ ചോദ്യം ജോൺ സെഡ് ഐ ഗോ ഔട്ട് ടു ഓഫൺ. ആ പറഞ്ഞതിനെ നമുക്ക് എന്ത് ചെയ്യണം, റിപ്പോർട്ട് സ്പീച്ചിലേക്കാക്കി മാറ്റണം. ഐ ഗോ സിമ്പിൾ പ്രസൻ്റ് ആണ്, സിമ്പിൾ പാസ്റ്റ് ആയിട്ട് മാറും. ഗോ വെൻ്റ് ആയിട്ട് മാറുമെന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ തന്നെ ആൻസറായി ഡി ഓപ്ഷൻ. ബാക്കിയുള്ളതൊക്കെ ഗോ, ഗോയിങ്, ഗോൺ എന്നൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇത് LDS വേരിയസ് കോട്ടയം വയനാട് 2017 ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ അവിടെ ആൻസർ കിട്ടിയല്ലോ, ഡി ഓപ്ഷൻ. എന്തുകൊണ്ട്, ഗോ വെൻ്റായി മാറുമെന്ന് നമുക്കറിയാം. പിന്നെ 34ാമത്തെ ചോദ്യം ഷീ സെഡ് ടു ഹിം വൈ ഡോണ്ട് യു ഗോ ടുഡേ. അപ്പോൾ നമുക്ക് അറിയാവുന്ന കുറച്ച് മെത്തേഡുകൾ നോക്കുക. ടുഡേ എന്ന് പറയുന്നത് ദാറ്റ് ഡേ ആയിട്ട് മാറണം. നമ്മൾ നേരത്തെ പഠിച്ച കുറേ കാര്യങ്ങളിൽ പെട്ടതൊന്നാണ് ടുഡേ. അപ്പോൾ ദാറ്റ് ഡേ വരുന്നത് ഏതൊക്കെയാണ്, ബിയും ഡിയും. അപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എ ഓപ്ഷൻ കട്ട് ചെയ്യാം, സി ഓപ്ഷൻ കട്ട് ചെയ്യാം. ഇനി ചോദ്യത്തിൽ ഡോണ്ട് യു, ഈ ഡോണ്ട് എന്നുള്ളത് ഡു നോട്ട് എന്നുള്ളതാണ്. അതെന്തായിട്ട് മാറും, ഡിഡ് നോട്ട് അല്ലെങ്കിൽ ഡിഡിൻറ്റ് എന്നായിട്ട് മാറും. അപ്പോൾ അവിടെ നോക്കുക, സി ഓപ്ഷനും ഡിഡിൻ്റ് ആണ്. അപ്പോൾ അവിടെ ആൻസർ നമുക്ക് കിട്ടി.
പിന്നെ അതുപോലെ വൈക്ക് ശേഷം സബ്ജക്റ്റ് വന്നു, അങ്ങനെയൊക്കെ പിന്നീട് നോക്കിയാൽ മതി. അത് നോക്കിയിട്ടില്ലെങ്കിലും ആൻസർ അവിടെ ആയി. ഈ ഡോണ്ട് യു എന്നുള്ളത് എന്തുകൊണ്ടാണ് നോട്ട് ടു വരാത്ത ആളുകൾ, അങ്ങനെ സംശയമുണ്ടോ? തുടക്കത്തിൽ ഡോണ്ട് യു എന്ന് വന്നു കഴിഞ്ഞാൽ, ഡോണ്ട് വന്നു കഴിഞ്ഞാലേ നോട്ട് ടു വരേണ്ടതുള്ളൂ കേട്ടോ. അപ്പോൾ അവിടുത്തെ ആൻസർ ഏതാണ്? ഡി ഓപ്ഷൻ. ഷീ ആസ്ക്ഡ് ഹിം വൈ ഹി ഡിഡ് നോട്ട് ഗോ ദാറ്റ് ഡേ. മനസ്സിലായല്ലോ? ഫീൽഡ് അസിസ്റ്റൻ്റ് 2017 ചോദിച്ച ചോദ്യമാണ്. 35ാമത്തെ ചോദ്യം, ദ ഡോക്ടർ സെഡ് ടു ദ പേഷ്യൻറ്റ് ഗിവ് അപ്പ് സ്മോക്കിംഗ്. ആ പറഞ്ഞ വാക്കിനെ, ഗിവ് അപ്പ് സ്മോക്കിംഗ് എന്ന് പറയുന്ന വാക്കിനെ നമുക്ക് എന്ത് ചെയ്യണം? ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ടാക്കി മാറ്റണം. അപ്പോൾ ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക, സ്മോക്കിംഗ് ഉപേക്ഷിക്കുക എന്നാണ് അത് പറയുന്നത്. നമുക്ക് അതിൻ്റെ ഒന്നും അർത്ഥം അറിഞ്ഞിട്ടില്ലെങ്കിലും ചെയ്യാൻ പറ്റും. ഗീവ് എന്ന് പറയുന്നത് വെർബാണെന്ന് അറിയാലോ. വെർബ് കൊണ്ട് തുടങ്ങുന്ന സെൻറ്റൻസുകൾ ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണെന്ന് അറിയാലോ. ഇമ്പരേറ്റീവ് സെൻറ്റൻസുകളുടെ കണക്റ്റിംഗ് വേർഡ് ടു ആണെന്ന് അറിയാലോ. അങ്ങനെ ടു കൊണ്ട് വരുന്നത് ഏതുള്ളൂ? എയും ബിയും ഉള്ളൂ. അതിൽ സിയും ഡിയും നോക്കുക നിങ്ങൾ. അവിടെ ടു എന്ന് പറയുന്ന കണക്റ്റിംഗ് വേർഡ് ഇല്ല, അപ്പം തന്നെ ഒഴിവാക്കാം. ഇനി നമുക്ക് നോക്കേണ്ടത് എയും ബിയും മാത്രമാണ്. അപ്പോൾ ഗീവ് അപ്പ് സ്മോക്കിംഗ് ഈ ഒറ്റയടിക്ക് വായിച്ചാൽ തന്നെ അവിടെ ആൻസറായി. ഒന്ന് പൂർണ്ണമാണ്, ഒന്ന് അപൂർണ്ണമാണ്. ബി നോക്കൂ നിങ്ങൾ. ദ ഡോക്ടർ അഡ്വൈസ്ഡ് ദ പേഷ്യൻറ്റ് ടു സ്മോക്ക്. സ്മോക്ക് ചെയ്യാനാണോ പറയുന്നത്? അല്ല, ഗീവ് അപ്പ് സ്മോക്കിംഗ് എന്നാണ് പറയുന്നത്. സ്മോക്കിംഗ് ഉപേക്ഷിക്കുക എന്നാണ് പറയുന്നത്. ഒന്ന് പൂർണ്ണമാണ്, ഒന്ന് പൂർണ്ണമല്ല. കാരണം ഇമ്പരേറ്റീവ് സെൻറ്റൻസുകളുടെ ടെൻസും മാറില്ല. ആ വാക്ക് അതുപോലെ അധികം ഒഴിവാക്കാതെ തന്നെ. അപ്പോൾ ഈ ദാറ്റ് അങ്ങനത്തെ കുറച്ചെണ്ണം മാത്രമേ തിരുത്താൻ പറ്റുള്ളൂ, അല്ലാത്ത അതുപോലെ തന്നെ വരണം. അങ്ങനെ വന്നത് എ മാത്രമാണ്. അതുകൊണ്ട് ആൻസർ എന്ന് പറയുന്നത് എ ആണ്. ഇത് ഫയർമാൻ 2017 ചോദിച്ച ചോദ്യമാണ്. 36, ഹാവ് യു അണ്ടർസ്റ്റുഡ് മൈ ഇൻസ്ട്രക്ഷൻസ്? ഹീ സെഡ് ടു മീ. അവൻ എന്നോട് ചോദിച്ചു, അല്ലെങ്കിൽ അവൻ എന്നോട് പറഞ്ഞു. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അവൻ എന്നോട് പറഞ്ഞു, അല്ലെങ്കിൽ അവൾ അവളോട് പറഞ്ഞു. ഇതൊക്കെ നമുക്ക് പരദൂഷണമായിട്ടാണല്ലോ നമ്മൾ കണക്കാക്കുന്നത് ഇൻഡയറക്റ്റ് സ്പീച്ച്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. ഹീ സെഡ് ടു മീ, അവൻ എന്നോട് പറഞ്ഞു. ഇതിന് പറയാണ് എന്താ പറഞ്ഞെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. ഹാവ് യു അണ്ടർസ്റ്റുഡ് മൈ ഇൻസ്ട്രക്ഷൻസ് എന്നുള്ളതാണ്. ഇതിൻ്റെ കുറച്ച് ഭാഗം അവിടെ കൊടുത്തിട്ടുണ്ട്. ഹി ആസ്ക്ഡ് മീ, അവൻ എന്നോട് പറഞ്ഞു ഡാഷ് എന്താണെന്നുള്ളതാണ്. ഒന്നാമത്തെ ഓപ്ഷനും രണ്ടാമത്തെ ഓപ്ഷനും മൂന്നാമത്തെ ഓപ്ഷനും നാല് ഓപ്ഷൻസ് ആണല്ലോ ഉള്ളത്. നോക്കുക, ഇവിടെ ഹാവ് എന്ന് വന്നു കഴിഞ്ഞാൽ തന്നെ ഹാഡ് വരണം നമുക്കറിയാം. അങ്ങനെ ഹാഡ് വന്നത് നോക്കുമ്പോൾ 1 ഹാഡ് ഉണ്ട്, 2 ഹാവാണ് 30, 3 ഹാവാണ് 30, പിന്നെ 4 ഹാഡ് ഉണ്ട്. അപ്പോൾ എയും ഡിയും അവിടെ ബാലൻസ് ചെയ്ത് നിൽക്കുന്നുണ്ട്, ബാക്കിയുള്ളതൊക്കെ ഒഴിവാക്കി. അപ്പോൾ എയും ഡിയും മാത്രം ഇനി നോക്കിയാൽ മതി. ഹാവ് യു അണ്ടർസ്റ്റുഡ്, അപ്പോൾ അണ്ടർസ്റ്റുഡ് എന്ന് പറയുന്ന വാക്കാണ്. അപ്പോൾ ഹാഡ് അണ്ടർസ്റ്റുഡ് എന്നാണ് വരേണ്ടത്. രണ്ടും ഹാഡ് അണ്ടർസ്റ്റുഡ് വന്നിട്ടുണ്ട്. ഇനി ഹീ സെഡ് ടു മീ, അവൻ എന്നോട് പറഞ്ഞു എന്നുള്ളതാണ്. അതാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നോക്കും എന്താണ് ഹി ആസ്ക്ഡ് മീ, അവൻ എന്നോട് പറഞ്ഞു. ഈഫ് ഐ ഹാഡ് അണ്ടർസ്റ്റുഡ്, എനിക്ക് അല്ലെങ്കിൽ മനസ്സിലായി. അപ്പോൾ എന്നെ എന്നുള്ള രീതിയിലാണ് വരേണ്ടത്. അവൻ എന്നോട് പറഞ്ഞത് എന്താണ്? ഈഫ് ഐ ഹാഡ് അണ്ടർസ്റ്റുഡ്, മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എന്നെ ഐ എന്നുള്ളതാണ് വരേണ്ടത്. മറിച്ച് അവൻ എന്നോട് പറഞ്ഞു പിന്നെ യു എന്ന് പറയുമ്പോൾ അത് ശരിയല്ല. റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു വാക്കാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഹീ സെഡ് ടു മീ, അവൻ എന്നോട് പറഞ്ഞു തരുമ്പോൾ ഐ ആണ് വരിക, യു നീ എന്നുള്ളതല്ല അവിടെ വരിക. മനസ്സിലായല്ലോ? ഇത് അസിസ്റ്റൻ്റ് പ്രിസണർ ജയിലർ 2017 ചോദിച്ച ചോദ്യമാണ്. 37ാമത്തെ ചോദ്യം, ദ ബോയ് സെഡ്, ബോയ് പറയാണ് ഐ ലൈക്ക് സ്വീറ്റ്സ്, ഞാൻ സ്വീറ്റ് ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഞാൻ സ്വീറ്റ് ഇഷ്ടപ്പെടുന്നു എന്ന് ബോയ് പറയാണ്. സിമ്പിൾ പ്രസൻ്റ് ആണ്, ഇഷ്ടപ്പെടുന്നു. അത് സിമ്പിൾ പാസ്റ്റ് ആക്കി മാറ്റുക. ആ സന്ദർഭം ആലോചിച്ച് നോക്കാം. ബോയ് ആണ് പറയുന്നത്, നമ്മളത് റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മളത് റിപ്പോർട്ട് ചെയ്യുകയാണ്. ദ ബോയ് സെയ്സ്, ഒന്നാമത്തെ വാക്കിനെ തെറ്റായി, ഒന്നാമത്തെ ഓപ്ഷന്. കാരണം സെയ്സ് എന്നാണ് പറയുന്നത്, സെഡ് എന്നല്ലേ ഇതിലുള്ളത്. പാസ്റ്റ് ഉള്ളത് എന്ത് ചെയ്യും? ഇവിടെ സെയ്സ് എന്നാക്കി മാറ്റിയാണ്. സെഡ് എന്ന് പറഞ്ഞത് ഇവിടെ സെയ്സ് എന്നാക്കി മാറ്റി, തെറ്റാണ്. എപ്പോഴും പാസ്റ്റായിട്ടേ വരുള്ളൂ. പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അവിടെ വരിക കേട്ടോ. രണ്ടാമത്തെ സെഡാണ്, മൂന്നാമത്തെ സെഡാണ്, നാലാമത്തെ സെയ്സ് ആണ്. അപ്പോൾ 4 ഒഴിവാക്കി. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുക നിങ്ങൾ. ദ ബോയ് സെഡ് ദാറ്റ് ഹീ ഹാഡ് ലൈക്ക്ഡ്. ഹാഡൊക്കെ വരേണ്ട ആവശ്യമുണ്ടോ? ഹാഡൊക്കെ ഹാവ് വരുമ്പോൾ അതല്ലെങ്കിൽ പാസ്റ്റ് വന്നതിനെ ഒന്നുകൂടി പാസ്റ്റ് പെർഫെക്റ്റ് ആക്കാൻ അപ്പോഴല്ലേ ഹാഡ് വരേണ്ടതുള്ളൂ. അതുകൊണ്ട് ബി ഓപ്ഷൻ അവിടെ ഒഴിവാക്കി. ഇനി ആകെ ഒരു ഓപ്ഷനെ ബാക്കിയുള്ളൂ. ദ ബോയ് സെഡ് ദാറ്റ് ഹീ ലൈക്ക്ഡ് സ്വീറ്റ് എന്ന് പറയുന്നത് അവിടെ ബാലൻസ് ഉള്ളൂ. ഇത് 2017 PSC ചോദിച്ച ഒരു ചോദ്യമാണ്. ഇനി 38, രാഹുൽ സെഡ് ഐ ആം ആംഗ്രി. ഓക്കെ, അപ്പോൾ രാഹുലാണ് പറയുന്നത്, നമ്മളത് റിപ്പോർട്ട് ചെയ്യാണ്. ഐ ആം ആംഗ്രി. ഐ ആം എന്ന് പറയുന്നത് നോക്കുക നിങ്ങൾ,
സിമ്പിൾ പ്രസൻ്റ് ആണ്. ഞാൻ ആകുന്നു അറിയാമല്ലോ, അത് സിമ്പിൾ പാസ്റ്റിലോട്ട് മാറ്റണം. രാഹുൽ സെഡ് ദാറ്റ് ഹി ഈസ് ആണ്. അവിടെയും പ്രസൻ്റ് വന്നത്, പ്രസൻ്റ് ആയിട്ടല്ല പാസ്റ്റ് ആയിട്ട് വരണം, തെറ്റ്. ഇനി രണ്ടാമത്തെ വാസാണ് നോക്കാം നമുക്ക്. മൂന്നാമത്തെയും വാസാണ്, അവിടെയും നോക്കാം. നാലാമത്തെ ആമാണ്, ഒഴിവാക്കാം. അപ്പോൾ പാസ്റ്റായിട്ട് വന്നത് വാസ് എന്ന് പറയുന്ന ബിയും സിയും മാത്രമാണ്. ഇനി നോക്കുക, രാഹുൽ സെഡ്, രാഹുൽ പറഞ്ഞു ഐ ആം ആംഗ്രി, അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യാണ്. അപ്പോൾ രാഹുൽ സെഡ് ഐ ആം എന്നല്ലല്ലോ, ഐ എന്നല്ലല്ലോ പറയേണ്ടത്, അവൻ പറഞ്ഞു എന്നുള്ള രീതിയിലല്ലേ നമ്മൾ പറയാം. ഹി എന്ന് പറയുന്ന വാക്കാണ് അവിടെ സ്യൂട്ടായത്. നേരെ മറിച്ച് ഹി സെഡ് ടു മീ എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് വേറെ ആൾ പറഞ്ഞത് വേറെ ആൾ റിപ്പോർട്ട് ചെയ്യാണ്, അവിടെ ഐ അല്ല വരേണ്ടത് കേട്ടോ. അപ്പോൾ അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ബി ഓപ്ഷനാണ്. രാഹുൽ സെഡ് ദാറ്റ് ഹി വാസ് ആംഗ്രി. 2016 ചോദിച്ച ചോദ്യമാണ്. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവും. എപ്പോൾ അറിയോ, വലിയ തസ്തികകൾക്കാണെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ്, ചെറിയ രീതിയിൽ കോംപ്ലിക്കേറ്റഡ് ആയി വരും, എന്നാലും നമുക്ക് കട്ട് ചെയ്ത് പോകാൻ പറ്റും കേട്ടോ. 39ാമത്തെ ചോദ്യം കമല പറയാണ് ഐ ആം ലേറ്റ്. ഐ ആം ലേറ്റ് എന്ന് പറയുന്ന ആ കമല പറഞ്ഞ വാക്കിനെയാണ് നമുക്ക് റിപ്പോർട്ട് സ്പീച്ചിലേക്ക് ആക്കി മാറ്റേണ്ടത്. ഐ ആം എന്ന് പറയുന്നത് സിമ്പിൾ പ്രസൻ്റ് ആണ്, ആകുന്നു എന്ന രീതിയിലല്ലേ. അത് നമുക്ക് എന്ത് ചെയ്യണം, വാസോ വേറോ അത് സിമ്പിൾ പാസ്റ്റിലോട്ട് മാറ്റണം. നോക്കുമ്പോൾ തന്നെ അറിയാം, എല്ലാം ഈസ്, രണ്ടെണ്ണം ഈസിലാണ്, എ ഓപ്ഷനും അതുപോലെ ബി ഓപ്ഷനും ഒക്കെ ഈസാണുള്ളത്. അഥവാ കമല സെഡ് ദാറ്റ് ഷീ ഈസ് ലേറ്റ്, കമല സെഡ് ഷീ ഈസ് ലേറ്റ്. അപ്പോൾ അത് രണ്ടും പ്രസൻ്റാണ്, ഒഴിവാക്കാം. പിന്നെയുള്ള എന്താണ്, മൂന്നാമത്തെ ഓപ്ഷൻ നോക്കുക, കമല സെഡ് ദാറ്റ് ഷീ വുഡ് ലേറ്റ്. എന്തിനാ വുഡൊക്കെ, അതൊക്കെ വില്ലൊക്കെ വരുമ്പോഴല്ലേ, അപ്പോൾ നമുക്കത് ഒഴിവാക്കാം. ലാസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് കമല സെഡ് ഷീ വാസ് ലേറ്റ് എന്ന് പറയുന്നതാണ് അവിടെ ആൻസർ. ഇത് 2016 PS ചോദിച്ച ചോദ്യമാണ്. ഇനി 40ാമത്തെ ചോദ്യം, വിച്ച് കൺട്രി ഡു യു കം ഫ്രം സെഡ് റാം. റാം പറഞ്ഞൊരു കാര്യമാണ്, വിച്ച് കൺട്രി ഡു യു കം ഫ്രം. അവിടെ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് കം എന്ന് പറയുന്നത് എന്താണ്, അത് സിമ്പിൾ പ്രസൻ്റ് ആണ്, അത് സിമ്പിൾ പാസ്റ്റിലോട്ടാക്കി മാറ്റണം. കം എന്നുള്ളത് കെയിമായി മാറും. അങ്ങനെ നോക്കുന്ന സമയത്ത് ഒന്നാമത്തേലും കെയിമുണ്ട്, രണ്ടാമത്തത് കമ്മിങ് ആണ്, മൂന്നാമത്തും കമ്മിങ് ആണ്, രണ്ടും ഒഴിവാക്കാം. പിന്നെ ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റാമു പറയാണ് നീ എന്ന് പറഞ്ഞിട്ടാണ്. റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്തായി മാറും, റാമു പറഞ്ഞു എന്തെന്നാൽ ഞാൻ എന്ന് പറഞ്ഞിട്ടല്ലേ വരിക, നീ എന്ന് പറഞ്ഞ് ഞാനായി മാറും. മനസ്സിലായല്ലോ, അവിടെ ആ സന്ദർഭം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ റാമു പറയാണ് നീ ഏത് രാജ്യം വരുന്നതെന്നുള്ളത്. അപ്പോൾ പിന്നെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഞാൻ എന്നുള്ള രീതിയിലാണ് വരിക. ഇത് വുമൺ SI പോലീസ് 2016 ചോദിച്ച ചോദ്യമാണ് കേട്ടോ. 41ാമത്തെ ചോദ്യം, ഹീ വിൽ സേ ഐ ആം നോട്ട് വെൽ. അപ്പം പറയും ഐ ആം നോട്ട് വെൽ. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ ഇവിടെ വന്നിട്ടുള്ളത് ഫ്യൂച്ചർ ടെൻസ് ആണ്, ഭാവിയിലുള്ളൊരു കാര്യമാണ്. അപ്പോൾ ശേഷമുള്ളത് എന്ത് ചെയ്യണം, അത് പാസ്റ്റ് ആവാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്, ഫസ്റ്റ് പാർട്ടിൽ ഫ്യൂച്ചറോ അല്ലെങ്കിൽ പ്രസൻറ്റോ വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് പാർട്ടിൽ ടെൻസുകൾ ചേഞ്ച് ചെയ്യരുത്, അതുപോലെ വില്ല് വുഡൊന്നും ആക്കരുത് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനാണ് ഇവിടെ ശരിയായ ഒരു ആൻസർ എന്ന് പറയുന്നത്. രണ്ടാമത്തേൽ നമ്മൾ വുഡ് ആക്കിയിട്ടൊക്കെ ഉണ്ട്, അങ്ങനെ ചെയ്യാൻ പാടില്ല. മൂന്നാമത്തേൽ ഹി വാസ് അഥവാ ഫ്യൂച്ചർ കാര്യം പറഞ്ഞിട്ട് പിന്നെ പാസ്റ്റ് പറയാൻ പാടില്ല എന്നർത്ഥം. വാസ് പാസ്റ്റിലുള്ളൊരു കാര്യമാണ്. ഡി ഓപ്ഷനും വാസ് പാസ്റ്റിലുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവിടെ കറക്റ്റായിട്ട് വരുന്നത് ഹി വിൽ സേ ഹി ഈസ് നോട്ട് വെൽ. മനസ്സിലായല്ലോ, പാസ്റ്റിലില്ലാത്ത കാര്യം തന്നെ വരണം, വുഡ് ആക്കാനൊന്നും പാടില്ല. അങ്ങനെ വരുന്ന സമയത്ത് എ ഓപ്ഷനാണ് അവിടുത്തെ ആൻസർ. ഞാനതാണ് തുടക്കത്തിൽ പറഞ്ഞത്, എന്ത് ഫസ്റ്റ് പാർട്ടിൽ പ്രസൻറ്റോ ഫ്യൂച്ചറോ വന്നാൽ സെക്കൻഡ് പാർട്ടിൽ ടെൻസുകളൊന്നും ചേഞ്ച് ചെയ്യരുത് എന്നുള്ളത്. ഇനി 42ാമത്തെ ചോദ്യം, രാജു ടോൾഡ് മീ ദാറ്റ് ഹി ഡാഷ് ടു ഗോ ഹോം ദാറ്റ് ഡേ. ഇവിടെ നോക്കുക, രാജു ടോൾഡ് മീ, ടോൾഡ് എന്ന് പറയുന്നത് പാസ്റ്റാണ്, സിമ്പിൾ പാസ്റ്റാണ്. ആ സമയത്ത് അവിടെ ശേഷം വരുന്നതും അതേ രീതിയിലുള്ളതായിരിക്കണം. ഇവിടെ വാൺസ് എന്ന് പറയുമ്പോൾ അത് പ്രസൻറ്റ് ഫ്യൂച്ചറൊക്കെ ആയിട്ട് വരുന്നതാണ്, പറ്റൂല. എ ഓപ്ഷൻ പറ്റൂല. വിൽ വാണ്ട് അത് ഫ്യൂച്ചറിലൊരു കാര്യമാണ്, പറ്റൂല. പിന്നെ സി ഓപ്ഷൻ ഹാസ് വാണ്ട്, അതും ഇവിടെ പറ്റില്ല. നമുക്ക് സിമ്പിൾ പാസ്റ്റ് ആയിട്ടുള്ളത് മതി. അപ്പോൾ അവിടെ ആൻസർ എന്ന് പറയുന്നത് വാണ്ടഡ്. മനസ്സിലായല്ലോ, സിമ്പിൾ പാസ്റ്റ് ആയിട്ട് വന്നതാണ് വാണ്ടഡ് എന്ന് പറയുന്നതാണ്. ഹാസും ഹാഡൊന്നും വെച്ചിട്ടുള്ളതൊന്നും ഇവിടെ വേണ്ട. ഫസ്റ്റ് ഇത് പ്രസൻറ്റ്, ബി ഓപ്ഷൻ ഫ്യൂച്ചർ,
പിന്നെ ഹാസ് വാണ്ടഡ് അതൊക്കെ നമുക്ക് ഒഴിവാക്കാം. ആൻസർ എന്ന് പറയുന്നത് വാണ്ടഡ് എന്ന് പറയുന്നതാണ്. 43-ാമത്തെ ചോദ്യം, ഹീ സെഡ് ദാറ്റ് ഹിസ് ഫാദർ ഡാഷ് ലെറ്റേഴ്സ്. ഇൻഡയറക്റ്റ് സ്പീച്ചിൽ അഥവാ റിപ്പോർട്ട് സ്പീച്ചിൽ പറഞ്ഞൊരു കാര്യത്തിൽ കുറച്ച് ഭാഗം വിട്ടിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് പൂരിപ്പിക്കണം ഓപ്ഷൻ നോക്കിയിട്ട്. ഹീ സെഡ് എന്ന് പറഞ്ഞ വാക്കെന്താണ്? പാസ്റ്റിൽ പറയുന്നൊരു കാര്യമാണ്, പറഞ്ഞു. അപ്പോൾ ശേഷം എന്ത് ചെയ്യണം? പാസ്റ്റിലേക്ക് തന്നെ ആക്കി മാറ്റേണ്ടതുണ്ട്. ഓപ്ഷൻസുകൾ നോക്കുക നിങ്ങൾ. ഹാവ് അത് പ്രസൻറ്റിലൊക്കെ ആയിട്ട് പറയുന്നതാണ്, ഈസും പ്രസൻറ്റാണ്. പിന്നുള്ളത് വാസും വേറും അതൊക്കെ പാസ്റ്റിൽ പറയുന്നതാണ്. അതിലേതാണ് നമുക്ക് നോക്കേണ്ടത്. ഇനി ഹീ സെഡ് ദാറ്റ് ഹിസ് ഫാദർ, ഒരാളല്ലേ, സിംഗുലർ അല്ലേ, സിംഗുലറിന് വാസാണ് ഉപയോഗിക്കുക. വേറെ എപ്പോഴാണ്? അത് ബഹുവചനം, കൂടുതൽ ആളുകളുണ്ടെങ്കിലാണ് വേറെ ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് നമ്മളവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് വാസ് റൈറ്റിംഗ് എന്ന് പറയുന്നതാണ്. ഇനി 44-ാമത്തെ ചോദ്യം, ഹരി സെഡ് ഐ ഹാവ് ബോട്ട് എ പെൻ. ഐ ഹാവ് ബോട്ട് എ പെൻ. ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരണം? ഹാഡ് വരണം. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഹാവ് വന്നിട്ടുണ്ടെങ്കിൽ ഹാഡ് വരണം. ഓപ്ഷൻസ് നോക്കുമ്പോൾ ഹാഡ് ആകെ ഒന്നിലേ ഉള്ളൂ, അത് എ ഓപ്ഷനാണ്. അപ്പോൾ തന്നെ ആൻസർ കിട്ടി. ഇനി വേണമെങ്കിൽ ഐ ഹാവ് ബോട്ട് എ പെൻ, അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഹാവ് ബോട്ട് എന്ന് പറയുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആക്കി മാറ്റണം. അപ്പോൾ ഏത് വരും? ഹാഡ് ബോട്ട് എന്നാണ് വരിക. അപ്പോൾ അത് ആകെ ഒന്നിലേ ഉള്ളൂ, ഈ ഓപ്ഷൻ മാത്രം. അങ്ങനെയും നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. 45-ാമത്തെ ചോദ്യം, അപ്പു സെഡ് മൈ ടീച്ചർ ഡ്രോ എ പിക്ചർ. എൻ്റെ ടീച്ചർ ഒരു പിക്ചർ വരഞ്ഞു. ഡ്രോ എന്ന് പറഞ്ഞാൽ വരഞ്ഞു, പാസ്റ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് മാറ്റേണ്ടി വരും ഹാഡ് വെച്ചിട്ട്. സിമ്പിൾ പ്രസൻ്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റ്, മനസ്സിലായല്ലോ. ഇനി പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ അതതിൻ്റെ പാസ്റ്റിലോട്ടാണ് മാറുക. അപ്പോൾ പാസ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് മാറും എന്ന കാര്യമാണ് ഇപ്പോൾ നമ്മൾ ഇതുവരെയും പഠിച്ചു വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് പറയുമ്പോൾ ഹാഡ് വെച്ചിട്ട് വരണം. ഇവിടെ ആകെ ഒന്നേ ഹാഡ് വെച്ചിട്ട് വരുന്നുള്ളൂ. മറ്റേ ഡ്രോ അതുപോലെ വന്നിട്ടുണ്ട്, തെറ്റാണ്. പിന്നെ ഹാസ് ആണ് വന്നിട്ടുള്ളത്, വേണ്ട. ഡ്രോൺ വന്നിട്ടുണ്ട്, പക്ഷേ ഹാഡ് വന്നിട്ടില്ല. അപ്പോൾ ഹാഡ് വന്ന ഏതുള്ളൂ? ബി ഓപ്ഷൻ മാത്രമാണ്. ഇത് വയർമാൻ 2016, അതുപോലെ ജൂനിയർ ഇൻസ്പെക്ടർ 2016 ചോദിച്ച ചോദ്യമാണ്. 46-ാമത്തെ ചോദ്യം, ഹരി പറയാണ് ഐ വാസ് എ സ്റ്റുഡൻറ്റ് ഓഫ് APJ അബ്ദുൽ കലാം. ഐ വാസ്, ഇതെന്താണ്? സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് മാറും. ഇവിടെ ഹാഡ് വരണം എന്നർത്ഥം. ഐ വാസ് പാസ്റ്റ് ആണ്, അത് പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് മാറണം. ഹാഡ് വരുന്നത് ആകെ ഒന്ന് മാത്രമേ ഉള്ളൂ, അത് സി ഓപ്ഷനാണ്. മറ്റേത് ബി ഓപ്ഷൻ ഹാസ് ആണ്. മനസ്സിലായല്ലോ. ഹാഡ് വന്നിട്ടുള്ളത് സി ഓപ്ഷൻ മാത്രമാണ്. ഇത് അസിസ്റ്റൻ്റ് ഗ്രേഡ് 2016 വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇനി 47-ാമത്തെ ചോദ്യം, വേർ ഈസ് മൈ അംബ്രല്ല. ജോൺ ആസ്ക്ഡ് ഹിസ് മദർ. വേർ ഈസ്, അതാണ് അവർ ശ്രദ്ധിക്കേണ്ടത്. ഈസ് എന്ന് പറയുന്നത് എന്താണ്? പ്രസൻ്റ് ആണ്, സിമ്പിൾ പ്രസൻറ്റിന് കുറിക്കുന്നതാണ്. ഇനി അതെന്ത് ചെയ്യണം? സിമ്പിൾ പാസ്റ്റിലോട്ടാക്കി മാറ്റണം. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കുക, അത് ആൻസറാണ്, ലാസ്റ്റ് പറയാം. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുക, അത് ജോൺ ആസ്ക്ഡ് ഹിസ് മദർ വേർ ഈസ്. പ്രസൻ്റ് ആയിട്ട് തന്നെ വന്നു. പ്രസൻ്റ് ആയിട്ട് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സിമ്പിൾ പ്രസൻ്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റിലോട്ട് മാറണം. ഇവിടെ ഈസ് അതുപോലെ വന്നു, ഈസ് വാസായിട്ടാണ് മാറുക. അപ്പോൾ ഇവിടെ മാറിയിട്ടില്ല എന്നർത്ഥം. സിയും മാറിയിട്ടില്ല, അവിടെ ഈസ് തന്നെ വന്നിട്ടുള്ളത്. പിന്നെ ഡി ഓപ്ഷൻ, അവിടെ വാസ് വന്നിട്ടുണ്ട്, ഓക്കെ. പിന്നെ എയും ഡിയും ആണ് ഇവിടെ ആൻസറായിട്ട് വരാൻ സാധ്യത ഉള്ളത്. അപ്പോൾ ഡി നോക്കുക നിങ്ങൾ, ജോൺ ആസ്ക്ഡ് ഹിസ് മദർ വേർ വാസ്. ഈ ക്വസ്റ്റ്യൻ വാക്കിന് ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓക്സിലറി വരാൻ പാടില്ല, സബ്ജക്റ്റേ വരാൻ പാടുള്ളൂ. അപ്പോൾ ഡിയിൽ വാസാണ് വന്നിട്ടുള്ളത്, ഓക്സിലറിയാണ്, തെറ്റ്. ഈ ഓപ്ഷൻ നോക്കുക, ജോൺ ആസ്ക്ഡ് ഹിസ് മദർ വേർ ഹിസ്, അവിടെ സബ്ജക്റ്റാണ് വരുന്നത്, കുഴപ്പമില്ല. അപ്പോൾ അത് അവിടെ ആൻസർ ആയിട്ടുണ്ട്. ഇത് 2016 ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്ന ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് തുടർന്നും ഇതുപോലത്തെ ക്ലാസ്സുകളുമായിട്ട് വീണ്ടും വരാം കേട്ടോ. താങ്ക് യു.